പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും തീവ്രവാദത്തിൽ പങ്കാളികളാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡച്ച് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജയശങ്കറിന്റെ പ്രതികരണം. പാകിസ്ഥാന് സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകളെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഡച്ച് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നയതന്ത്ര യാത്രയുടെ ഭാഗമായി നെതർലാൻഡ്സിൽ എത്തിയപ്പോഴായിരുന്നു ജയശങ്കർ ഡച്ച് മാധ്യമത്തിന് അഭിമുഖം നൽകിയത്. ഭീകരതയ്ക്കെതിരായ നടപടിക്ക് ഇന്ത്യൻ സൈന്യം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു. ഭീകരതയ്ക്ക് ഇന്ത്യ അന്ത്യം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആംസ്റ്റർഡാം പോലുള്ള ഒരു നഗരത്തിന്റെ മധ്യത്തിൽ സൈനിക പരിശീലനത്തിനായി 10,000-കണക്കിന് ആളുകൾ ഒത്തുകൂടിയ വലിയ സൈനിക കേന്ദ്രങ്ങളുണ്ടെന്ന് കരുതുക. നിങ്ങളുടെ സർക്കാരിനെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് നിങ്ങൾ പറയുമോ? തീർച്ചയായും ഇല്ല എന്നും അഭിമുഖത്തിൽ ജയശങ്കർ പറയുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉപരോധ പട്ടികയിലുള്ള ഏറ്റവും കുപ്രസിദ്ധരായ തീവ്രവാദികളെല്ലാം പാകിസ്ഥാനിലാണ് ഉള്ളത്. അവർ പകൽ വെളിച്ചത്തിൽ വലിയ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നു. അവരുടെ വിലാസങ്ങൾ അറിയാം, അവരുടെ പ്രവർത്തനങ്ങൾ അറിയാം, അവരുടെ പരസ്പര ബന്ധങ്ങൾ അറിയാം. അതിനാൽ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ഉൾപ്പെട്ടിട്ടില്ലെന്ന് നടിക്കരുതെന്നും ജയശങ്കർ പറഞ്ഞു. അതിനിടെ ഇന്ത്യയുമായി സൗദിയിൽ ചർച്ചകൾക്ക് താൽപര്യമറിയിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തു വന്നു. നിഷ്പക്ഷ വേദി എന്ന നിലയിലാണിത്. നിർദ്ദേശം യാഥാർത്ഥ്യമായാൽ പാക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സംഘത്തെ നയിക്കുമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. പാകിസ്ഥാനിൽ മാധ്യമപ്രവർത്തകരോടാണ് ഇക്കാര്യം പറഞ്ഞത്. സൗദി മാധ്യമമായ സൗദി ഗസറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. കശ്മീർ, വെള്ളം, വ്യാപാരം, തീവ്രവാദം എന്നീ വിഷയങ്ങളിൽ ഊന്നിയാകും ചർച്ചയെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നത് ഇന്ത്യയുടെ പ്രധാന ആവശ്യമാണ്. വെടിനിർത്തലിന് പിന്നാലെ ഇന്ത്യയുമായി ഉന്നതതല ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാടുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വെടിനിർത്തലിന് ശേഷം അതിർത്തികൾ സാധാരണ നിലയിലേക്ക് വരുമ്പോൾ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടി കൈക്കൊള്ളാൻ രണ്ട് സേനകളും ധാരണയിലെത്തി. അതിർത്തിയിലെ തുടർച്ചയായ നിരീക്ഷണവും ജാഗ്രതയും കുറയ്ക്കാനും ഇത് സഹായകരമാകും. വൈകാതെ DGMO തലത്തിൽ കൂടുതൽ നടപടികൾ പ്രഖ്യാപിക്കുമെന്നും സേനാവൃത്തങ്ങൾ പറഞ്ഞു. കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം അതിർത്തിയിൽ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരസേനാ വൃത്തങ്ങളുടെ അറിയിപ്പ്.